ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സൈദാസ് ക്യൂട്ട് വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് റൂം മേക്ക് ഓവറിൻ്റെ 3ാമത്തെ വീഡിയോ ആണ്, ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഇതോടുകൂടി കഴിഞ്ഞു. ഇതോടുകൂടി ഞാൻ കഴിച്ചതായിട്ടുണ്ട് അതിൽ നിന്ന്. അപ്പോൾ ഇതിന് മുമ്പുള്ള പാർട്ട് 1ഉം പാർട്ട് 2ഉം എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാട്ടത്. ഇന്ന് നമ്മൾ റൂമിൽ ചെയ്യാൻ പോണത് ഡെക്കറേറ്റിംഗ് ആണ്. ഇതിൻ്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് വീഡിയോ കണ്ടു നോക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. എൻ്റെ റൂമുണ്ടല്ലോ, ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോണത് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കുഞ്ഞു ക്രാഫ്റ്റ് വർക്കുകൾ തന്നെ വെച്ചിട്ടാണ്. അപ്പോൾ അതെല്ലാവരും മുഴുവനായി കണ്ടു നോക്കണം. ഇഷ്ടമായാൽ ലൈക്കും ചെയ്യണം കേട്ടോ. റൂമിൽ നമ്മളെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പ് ചെറിയൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, അത് നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ വാളിൽ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ വിൻഡോ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു, റൂമിലേക്കുള്ള ഡോറ് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു. ഞങ്ങൾക്ക് അടുത്തതായിട്ട് വാളിൽ വാൾപേപ്പറും കൂടി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. വാളിലിപ്പോൾ ആദ്യം വാൾപേപ്പർ ഒട്ടിച്ചതുണ്ട്, പക്ഷെ ആദ്യം നമ്മൾ നോക്കി വാങ്ങാണ്ടുണ്ടല്ലോ. വാൾപേപ്പർ എത്ര നമ്മൾ ടൈറ്റാക്കി ഒട്ടിച്ചു കഴിഞ്ഞാലും പിന്നെ അതിങ്ങനെ വിട്ടു പോകണോണ്ടിരിക്കുക. അപ്പം ആ ഒരു സമയത്ത് നമ്മളുണ്ടായ ഫെവിക്കോളൊക്കെ വെച്ച് എവരിനാണോ വിട്ടു വരുന്ന അവളൊക്കെ അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടാണ് കേട്ടോ. പിന്നീട് കണ്ണീർ വാൾപേപ്പർ അങ്ങനെ ഒട്ടിരിക്കണത്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം നമ്മളുടെ റൂം മേക്ക് ഓവർ ചെറുതായിട്ടൊന്നും ചെയ്യല്ലേ. അപ്പോൾ അവിടെ നമുക്ക് പുതിയൊരു വാൾപേപ്പറും കൂടി ഒട്ടിച്ചു കൊടുക്കാണ്. നമുക്ക് വാൾപേപ്പർ വാങ്ങിയത് കാണിച്ചു തരാം കേട്ടോ. ഇടണ ബുദ്ധിമുട്ട്. ഈ ഡ്രസ്സിൻ്റെ കുഴപ്പമില്ല. വാൾപേപ്പർ നിർത്താം. ഇതൊട്ടിക്കാനെ കട്ടുമ്പോ എങ്ങനെയുണ്ടാവും? കാലുമറിഞ്ഞാല് പിടിക്കോ? എന്നെടുത്ത് തരട്ടെ? വീഴും, കാര്യം വീഴോ? ഒട്ടിച്ചു കഴിഞ്ഞാൽ കണ്ടിണ്ടാവോ? അമ്മ മഞ്ഞ കളർ പെയിന്റ് അടിച്ചു വരാവോ? എന്തായാലും ഒട്ടിച്ചോക്കാം. നമ്മളല്ലല്ലോ ചെയ്യുന്നു, കുഴപ്പമുണ്ടാവില്ല. നമുക്ക് എന്തായാലും വാൾപേപ്പർ ഒട്ടിച്ചു നോക്കാം കേട്ടോ. ഇങ്ങനെ കാണും, പിന്നെ കുഴപ്പമൊന്നുമില്ല. ഒട്ടിച്ചു നോക്കാം. ഒട്ടിച്ചതിന് ശരിയാവോ? അതിന് തന്നെ ഉറപ്പില്ലാണ്ട് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒട്ടിച്ചു നോക്കാം. എന്നിട്ട് ഈ ഒരു വാൾപേപ്പറാണ് കേട്ടോ ഇപ്പോൾ വാളിലുള്ളത്. നമ്മൾ ഈ ഒരു വാൾപേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞ് ലാഡറൊക്കെ നീക്കി വെച്ച് നോക്കി നിന്നപ്പോഴാണ് കേട്ടോ പതുക്കെ ഇങ്ങനെ ഉലിഞ്ഞ് പോരാൻ തുടങ്ങിയത്. എന്നിട്ട് എങ്ങനെയൊക്കെയോ നമ്മൾ ഒട്ടിച്ച് വെച്ചേക്കണതാണ് ഇട്ടത്. താഴേന്നൊക്കെ ഉലിഞ്ഞ് പോന്നിട്ട് ഇപ്പം ഇങ്ങനെയാണ് ഇട്ടിരിക്കണത്. പിന്നെ ഈ ഒരു വാൾപേപ്പറിൽ ആ ഒരു പിങ്ക് കളർ ഉണ്ടായില്ല കേട്ടോ. അത് പിള്ളേരൊന്നും വരച്ചിട്ടതല്ല, എൻ്റെ ഉമ്മ തന്നെ അതിൽ ഒരു പിങ്ക് വാൾപേപ്പർ ആക്കാനുള്ള ശ്രമം നടത്തിയതാണ്. പിങ്ക് സ്കെച്ചും എൻ്റെ പെയിൻ്റൊക്കെ എടുത്ത് നിൽക്കണപ്പം ചോദിച്ചിട്ടാ എന്താണ് ഉമ്മാന്ന്. അപ്പം ഉമ്മാനോട് ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് ഉൽക്കനെക്കാട്ടി നല്ലത് ഇതിലൊരു മാറ്റം വരുത്തി നോക്കട്ടെ. രാത്രി കിടക്കാൻ പോകുമ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ചുമ്മെന്താണ് ഈ ചവരും വെച്ചാരി ഇങ്ങനെ നിൽക്കണ്. അപ്പം ചോദിച്ചപ്പോൾ കേട്ടോ ഉമ്മ പറഞ്ഞത് മുതൽ പിങ്കാക്കാൻ പോകുന്നു. സംഭവം ആ തെറ്റ് പറയാൻ പറ്റൂല.
എനിക്ക് തോന്നുന്നത് എന്തെന്നറിയോ, എനിക്ക് പിങ്കിന് ഇഷ്ടമെന്ന് ഉമ്മാക്കറിയാം. പിന്നെ അതേപോലെ തന്നെ വേറെ വാൾപേപ്പർ വാങ്ങണ്ടല്ലോ. അങ്ങനെ 2 കാര്യങ്ങളും കൂടിയിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ ഉമ്മ ഇങ്ങനെ ചെയ്തത്. പക്ഷെ ഉമ്മാക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഉമ്മ ഈ വാൾപേപ്പറിൽ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, വാൾപേപ്പർ ഉലിഞ്ഞ് പോരുന്നുണ്ട്. ഇനി വാൾപേപ്പർ അവിടെ ഒട്ടിയിരുന്നാൽ പോലും അതിനെക്കാട്ടിലും വഷളായിക്കൊണ്ടിരിക്കുന്നു മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വാൾപേപ്പറിനെ പിങ്ക് കളറിലേക്ക് മാറ്റുന്നത് അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഉമ്മ ഇപ്പോൾ പുതിയ വാൾപേപ്പർ ഒട്ടിക്കുക. എനിക്ക് ഒരാളും കൂടി ഉമ്മയോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടോ. ഉമ്മ ലാഡറിൽ കയറി നിൽക്കുമ്പോൾ താഴേന്ന് ആ ഒരു വാൾപേപ്പറിൻ്റെ ഷീറ്റൊന്ന് വലിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ കുറച്ചും കൂടി ഉമ്മക്ക് ഈസി ആയിട്ട് ഒട്ടിക്കാൻ പറ്റും. എല്ലാ പ്രാവശ്യവും വാൾപേപ്പർ ഒട്ടിക്കുമ്പോഴും എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. താഴെയൊക്കെ ആണെങ്കിൽ ഞാൻ ഉമ്മക്ക് ആ ഒരു വാൾപേപ്പറിൻ്റെ ഷീറ്റ് താഴെ നിന്നുള്ളത് വലിച്ചു കൊടുക്കും. പക്ഷെ ഹൈറ്റിലാകുമ്പോൾ നമുക്ക് വീൽ ചെയർ വെച്ച് കയറി നിൽക്കാൻ പറ്റൂലല്ലോ. ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളില്ല എന്നുള്ള സങ്കടം മാറിയിട്ടുണ്ട് കേട്ടോ. ഒരാൾ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാനൊപ്പം കൂടിയിട്ടുണ്ട്. എനിക്കൊരു വാൾപേപ്പർ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഗ്ലൂ ഒക്കെ നല്ല ഗ്ലൂവിന് ശരിക്കും ഒട്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഈ ഒരു വാൾപേപ്പർ ഒട്ടിക്കാനേക്കാട്ടി മുമ്പ് ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ ഈ ഒരു ആദ്യത്തെ വാൾപേപ്പർ റൂമിൻ്റെ ഒരു പെയിൻ്റായിട്ട് തീരെ മാച്ചായി വരുന്നുണ്ടായില്ല കേട്ടോ. ആ ഒരു വൈറ്റ് കളറും വാൾപേപ്പറിൻ്റെ വൈറ്റും തീരെ മാച്ച് ആവുന്നുണ്ടായില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വാളിൽ ഓഫ് വൈറ്റാണ് പെയിൻ്റ് അടിച്ചു കൊടുത്തത്. അങ്ങനെ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് അതുകൊണ്ട് കുഴപ്പം തോന്നണില്ല. ആ ഒരു വാൾപേപ്പറായിട്ട് നന്നായി മാച്ച് ആവുന്നുണ്ടെന്നാണ് കേട്ടോ തോന്നണത്. പിന്നെ ഞാനൊരു വാൾപേപ്പർ വാങ്ങിയത് മീഷോന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാൾപേപ്പർ വാങ്ങാനുള്ള കോഡോ ലിങ്കോ കമൻറ്റിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വാൾപേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്തതായിട്ട് നമ്മളിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് റൂമിനെ ഭംഗിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ബെഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് 3 ഫ്ലോട്ടിംഗ് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ആദ്യം സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എൻ്റെ സ്റ്റഡി ടേബിൾ അവിടെ ആയിരുന്നു. അപ്പോൾ വെച്ചിട്ടുള്ള ആ ഒരു ഷെൽഫാണ് അവിടെ ഉള്ളത്. ഇപ്പം ബെഡിന് അപ്പം നമുക്ക് ആ ഒരു ഭാഗം സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ആ ഒരു ഫ്ലോട്ടിംഗ് ഷെൽഫ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാൻ ചെയ്തിട്ടുള്ള കുഞ്ഞു ക്രാഫ്റ്റ് വർക്കുകൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഞാൻ ആദ്യം തന്നെ ആ ഒരു ഫ്ലോട്ടിംഗ് ഷെൽഫിൽ വെക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പെയിൻറ്റിങ് എന്ന് പറയാൻ പറ്റില്ല, ടെക്സ്റ്റൈൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വർക്ക് നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോടൊപ്പം നമ്മൾ ജസ്റ്റ് വെച്ച് നോക്കിയപ്പോൾ എടുത്ത വീഡിയോയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ക്യാൻവാസിലാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഒക്കെ വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലവർ വേഴ്സും വന്നിട്ടുണ്ടല്ലോ, ആ ഒരു ഗോൾഡൻ പെയിൻറ്റ് പോവാതിരിക്കട്ടെ. വേറൊന്നല്ല, കുഞ്ഞുവാവയുടെ പഴയ വാട്ടർ ബോട്ടിലാണ് കേട്ടോ ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുള്ളത്. കുഞ്ഞുവാവ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. മിക്കി മൗസിനെയാണ് ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നത്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാലോ, പഴയൊരു ഗ്ലാസ് ബോട്ടിലിൽ ചെയ്തതാണ് കേട്ടോ. പിന്നെ അതിൽ വെച്ചിരിക്കുന്ന ലീഫ് നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ബ്രൗൺ പേപ്പറില്ലേ, അതുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പിങ്ക് കളറിലുള്ള
തുലിപ്സ് ഫ്ലവർ കേട്ടോ. എനിക്ക് ആ ഒരു പിങ്ക് ഫ്ലവർ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതും വെച്ച് കൊടുത്തു. പിന്നെ ഗ്ലാസ് ബോട്ടിൽ ചെയ്തതാണ് നമ്മൾ ഫ്ലവർ വേഴ്സാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ മുത്തും വയറൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഡെക്കോറ്. അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്കിത് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു മുത്തിൻ്റെ വീഡിയോയുടെ താഴെ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ അടുത്തതായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇതൊരു ഡെക്കോറാണ് കേട്ടോ. ഞാനിത് 9ാം ക്ലാസ്സിലല്ലേ, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 9 കേട്ടോ. അപ്പോൾ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇത് വെച്ച് കൊടുക്കാമെന്ന്. നമുക്ക് നോക്കി നോക്കാം. റൂമിലേക്ക് കടന്നു വരുമ്പോൾ നേരിട്ട് കാണുന്ന ഒരു വാളിലുള്ള ഫ്ലോട്ടിംഗ് ഷെൽഫിലാണ് കേട്ടോ ഈ ഒരു ഡെക്കോർ വെക്കാൻ വേണ്ടി പോണത്. പനമ്പൊക്കെ കട്ട് ചെയ്ത് ഫ്ലവറൊക്കെ സെറ്റ് ചെയ്തെടുത്തൊരു ഡെക്കോറാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ബോക്സ് ഇട്ട് ഫ്രെയിം ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലാമ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്റ്റിക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുത്ത് ചെയ്തതാണ്. അപ്പോൾ അത് വെച്ച് കൊടുത്തു. പിന്നൊരു ഫ്ലവർ വേഴ്സാണ് കേട്ടോ. ഇത് നമ്മൾ സ്ട്രോ വെച്ച് ചെയ്തതാണ്. അതിന് ശേഷം പെയിൻ്റ് അടിച്ച് കൊടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ക്യാൻവാസിൽ ചെയ്തിട്ടുള്ള ടെക്സ്റ്റൈൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതും വെച്ച് കൊടുക്കാം. പിന്നെ വാളിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണേക്കാട്ടിയും മുമ്പ് എവിടെയാണ് ഒട്ടിച്ചു കൊടുക്കണതെന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യണത്. ഇതുപോലെ ഞാൻ 2 കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പം കാണുന്നത് ക്യാൻവാസിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഞാൻ ഇതേപോലെ തന്നെ ചെയ്ത കാർഡ്ബോർഡിൽ ചെയ്തതും കാണിച്ചു തരാം. ഇപ്പോൾ നന്നായി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇൻസൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ തന്നെ കാർഡ്ബോർഡിൽ ചെയ്തതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ഷെൽഫൊക്കെ കണ്ടത് ബെഡിൻ്റെ ലെഫ്റ്റ് സൈഡിലും, ഇപ്പോൾ നമ്മൾ ഈ ഒരു 3 സെറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നത് ബെഡിൻ്റെ റൈറ്റ് സൈഡിലാണ് കേട്ടോ. ഒരു വാളിയിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യണം കേട്ടോ. ഈ ഒരു മിററിനെ നമുക്ക് വേറൊരു വാളിയിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ വാളിയിൽ നിന്ന് ഈ ഒരു മിറർ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. റൂമിലേക്ക് വരുന്ന ഈ ഒരു ഭാഗത്താണ്, ആ ഒരു ഷെൽഫ് കിടക്കുന്ന ഭാഗത്താണ് കേട്ടോ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ഡോറിൻ്റെ സൈഡിലായിട്ട് വരും. മിറർ ഫിറ്റ് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പ് ആ ഒരു ഗോൾഡൻ ഫ്രെയിം ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഇത്തിരി ഡള്ളായ കളറിലാണ്. അപ്പോൾ ഗോൾഡൻ പെയിൻറ്റ് വെച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ മിറർ മാറ്റാനുള്ള കാരണം ഇപ്പോൾ എൻ്റെ ഹൈറ്റിലല്ല കേട്ടോ ഒരു മിറർ വെച്ചിട്ടുണ്ടായത്. പക്ഷെ ഇപ്പോൾ വാളിയിൽ എൻ്റെ ഹൈറ്റിലാണ് കേട്ടോ മിറർ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഷെൽഫ് നമ്മൾ വുഡിൻ്റെ ഒരു ടെക്സ്ചർ വരുന്ന വാൾപേപ്പർ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഷെൽഫ് ഇപ്പോൾ ഒട്ടിക്കണമെന്ന് കരുതിയതല്ല കേട്ടോ. പക്ഷെ മിറർ ഇങ്ങോട്ട് വെച്ചപ്പോൾ ഈ ഒരു ഷെൽഫിൻ്റെ കളറും ആ ഒരു വുഡും ഈ മിററും യോജിക്കണില്ല. അപ്പോൾ ഉമ്മയാണ് കേട്ടോ പറഞ്ഞത് നമുക്കിതിനെ ഇങ്ങനെ വാൾപേപ്പർ ഒട്ടിച്ചെടുക്കാമെന്ന്. ആദ്യം വാങ്ങിയതുണ്ടായി, പക്ഷേ ഇപ്പം നമ്മൾ ഒട്ടിക്കണമെന്ന് കരുതിയിട്ടില്ല കേട്ടോ. ഉമ്മ ഇപ്പോൾ വാൾപേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ മിററും ഷെൽഫൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഈ ഒരു സൈഡ് ടേബിൾ നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ മിറർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ തന്നെ ഷെൽഫും വാൾപേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് മിററിൻ്റെ താഴെ കുറച്ച് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാം കേട്ടോ. എനിക്ക് അത്തറും സ്പ്രേ ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചന്ദനത്തിരി വരുന്നുണ്ട്. മണത്തിൻ്റെ എല്ലാം അത് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് സ്പ്രേ ഒക്കെ അടിക്കുമ്പോണ്ടല്ലോ കണ്ണിനത് പറ്റൂല കേട്ടോ. കണ്ണ് ഡ്രൈ ആയിട്ടുള്ളത് കൊണ്ട്
കണ്ണിനത് പറ്റില്ല. എന്നാലും 2-3 നമുക്ക് എടുത്ത് വെക്കാം എൻ്റെ ഒരു സന്തോഷത്തിന്. പിന്നെ നമ്മൾക്ക് മിററിൻ്റെ അവിടെ ഓരോന്നും ഓർഗനൈസ് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബാംഗിൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഉംറക്ക് പോയപ്പോൾ വാങ്ങിയതാ കേട്ടോ, അവിടെ നിന്ന് വാങ്ങിയതാ. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എൻ്റെ കണ്ണാട ഒരെണ്ണം എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയതാണ്, ഒരെണ്ണം ഡോക്ടർ ഇഷ്ടത്തിന് ഡോക്ടർ എഴുതി തന്നതാട്ടോ. അടുത്തതായിട്ട് നമുക്ക് മുസല്ല, തസ്ബീഹ് അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാം. ആദ്യം ഞാൻ മുസല്ല വെച്ചിരുന്നതൊരു ബാഗിലായിരുന്നു കേട്ടോ. ഇപ്പം ഞാനൊരു ബോക്സിന് ഇതേപോലെ ജൂട്ടിൻ്റെ ക്ലോത്ത് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ബോക്സിലാണ് കേട്ടോ തസ്ബീഹും മുസല്ലയും പിന്നെ ഊതൊക്കെ ഞാൻ എടുത്ത് വെക്കണത്. ഇപ്പം ലാസ്റ്റ് തസ്ബീഹ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം എല്ലാതും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാതും ഓർഗനൈസ് ചെയ്ത് വെച്ചപ്പോൾ എന്തോ ഒരു മനസ്സിന് സന്തോഷം കേട്ടോ. ഇനി എനിക്ക് ഓരോന്ന് എടുക്കാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കുമെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് എടുത്ത് വെക്കാം. ഞാൻ എവിടെയാണ് വെക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് തന്നെ വെക്കണമെന്ന് ഇഷ്ടമുള്ളതുകൊണ്ട് ഉമ്മ എൻ്റെ മടിയൊക്കെ എടുത്ത് വെച്ചെന്നു കേട്ടോ. നമുക്കിനിത് വെക്കാം. പൊക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് വീഴും എന്നുള്ളത് ഉറപ്പുള്ളതുകൊണ്ട് ഉമ്മ തന്നെ വെച്ചെന്നു കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾക്ക് ബെഡിൽ ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ബെഡിൽ നിന്ന് ബെഡ്ഷീറ്റ് മാറ്റാൻ നോക്കിയിട്ട് നടക്കണില്ല കേട്ടോ. ബെഡ്ഷീറ്റ് വലിക്കുമ്പോൾ ബെഡ്ഷീറ്റിൻ്റെ ഒപ്പം ഞാൻ അങ്ങോട്ടും തോന്നുന്നുണ്ട് പോകുന്നത്. ബെഡ്ഷീറ്റ് നല്ല ടൈറ്റാണ്. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. ഉമ്മ ബെഡ്ഷീറ്റിൻ്റെ 4 സൈഡും എനിക്ക് വിരിയിച്ചിട്ടു. അങ്ങനെ നമുക്ക് ബെഡ്ഷീറ്റ് മാറ്റി പുറത്തേക്ക് കൊണ്ടുപോവാം. പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഇതൊക്കെ കാണുമ്പോൾ കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷേ ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി ചെയ്യാൻ നോക്കുക. പറ്റാത്തതിനെ പറ്റി ചിന്തിച്ച് വിഷമിച്ച് ഇരിക്കണേക്കാട്ടിലും നല്ലത് പറ്റുന്ന കാര്യം എന്താണോ അത് നമുക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അത് ഒരുപാട് പറ്റിയിട്ടും ആയിരിക്കണം എന്നില്ല, നമ്മളൊരു ശ്രമമാണ് കേട്ടോ എല്ലാത്തിൻ്റെ പിന്നിലും. പിന്നെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കണം എൻ്റെ ഉമ്മ. ഒരാളാണ് കേട്ടോ. എത്ര കഷ്ടപ്പെട്ടാലും എനിക്കൊപ്പം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ട് എനിക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റണതും എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റണതും കേട്ടോ. അള്ളാഹു എൻ്റെ ഉമ്മക്ക് ആയുസ്സാരോഗ്യം തരട്ടെ, ആമീൻ. പിന്നെ ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ മീഷോന്നാണ് കേട്ടോ വാങ്ങിയത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല പിങ്ക്, ലൈറ്റ് പിങ്കാണ്, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഈ ഒരു സെറ്റിലുണ്ടല്ലോ നമുക്ക് 2 കുഷ്യനും കൂടി വരുന്നുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റ് പിങ്ക് കളറാകുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ റൂം വരുന്നത് ഒരു പിങ്ക് ഗോൾഡൻ കളർ കോമ്പിനേഷനിലാണ്. എനിക്ക് പിങ്ക് ഇഷ്ടമാണ്, ഉമ്മാക്ക് ഗോൾഡനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ 2 കളേഴ്സാണ് കേട്ടോ റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ വാൾപേപ്പർ സെലക്ട് ചെയ്തതിലും വാൾ പെയിൻ്റൊക്കെ അടിച്ചതിൽ ആ ഒരു കളർ കൊണ്ടുവന്നിട്ടില്ല. റൂമിലേക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ എൻ്റെ കുഞ്ഞു ഡെക്കോറുകളിൽ മാത്രമാണ് കേട്ടോ ഞാൻ ആ ഒരു കളറ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അല്ലാതെ ഒരു വൈറ്റ് കളറിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇപ്പോൾ വാൾപേപ്പറിലാണെങ്കിലും ചെറുതായിട്ടൊരു ഗോൾഡൻ പോയിട്ടുള്ളൂ. ഇപ്പോൾ ഉമ്മ ബെഡ്ഷീറ്റ് വിരിച്ച് കഴിഞ്ഞു. 2-3 ദിവസമായിട്ട് ഉമ്മ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ എല്ലാതും കംപ്ലീറ്റ് ആയി, അൽഹംദുലില്ലാഹ്. അപ്പം ഇനി നമുക്ക് റൂമിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടു നോക്കിയാലോ.
അങ്ങനെ ഫൈനലി അൽഹംദുലില്ലാ റൂം ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. സൈഡ് ടേബിളിൽ ഞാൻ ഇതൊക്കെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഒരു ബൗളിൽ പോട്ട് പ്യൂരി വെച്ചിട്ടുണ്ട്. റൂം എപ്പോഴും നല്ലൊരു സ്മെല്ലിലിരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഊതും ഇവിടെ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ മുത്തും കമ്പിയൊക്കെ വെച്ചുണ്ടാക്കിയ ഒരു ഡെക്കോറും കൂടി ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. റൂമിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു മിറർ വെച്ചിരിക്കുന്ന ഏരിയ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു പിങ്ക് കളർ ചെറിയൊരു പെയിൻറ്റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിററിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു ഫ്ലവർ വേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലവർ വേഴ്സ് നമ്മൾ പഴയ പെയിൻറ്റിൻ്റെ ടിന്നുണ്ടാവുമല്ലോ ബക്കറ്റ്, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിന് ഗോൾഡൻ കളർ പെയിൻറ് കൊടുത്തിട്ട് വെച്ചതാണ്. റൂം മേക്കോറിൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ ഇതിൽ ഏത് ഏരിയ ചെയ്തതാ ഇഷ്ടമായതെന്ന് എല്ലാവരും കമൻറ്റിൽ പറയണം കേട്ടോ. വാൾപേപ്പർ അടുത്തുനിന്ന് കാണുമ്പോൾ ഇതേപോലെയാണ്. പിന്നെ ബെഡിൻ്റെ താഴെ ഇങ്ങനൊരു മാറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാറ്റ് എൻ്റെ ഭാവി കാണാണ്ടിരിക്കട്ടെ. ഭാവിയുടെ 2 പാൻറ്റാണ് ആ കിടക്കണ മാറ്റ്. 2 ലെഗിൻസിനെടുത്ത് കട്ട് ചെയ്തതാട്ടോ. ഒരു പിങ്കും ഒരു വൈറ്റും എടുത്തിട്ടുണ്ട്. സംഭവം ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. പാൻറ്റിൻ്റെ ഓർമ്മക്ക് ഇതിവിടെ ഇങ്ങനെ കിടക്കട്ടെ. എല്ലാ ഐറ്റംസും DIY ചെയ്യല്ലേ, അപ്പോൾ പിന്നെ മാറ്റും കൂടി അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാട്ടോ ഭാവി. ഞാനല്ല, ഉമ്മയാണ് കേട്ടോ ചെയ്തത്. ഇനി ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ ഭാവി, ഞങ്ങളെടുത്തു. ഞാനിത് പറയണ എന്താണെന്നറിയോ, ഭാവിക്ക് വേണ്ടാത്തതായിരിക്കും കേട്ടോ. ഭാവി അത് കളഞ്ഞിട്ട് പോയതായിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നുണ്ടല്ലോ, അപ്പോൾ ഭാവി പറയും എനിക്ക് ആവശ്യമുള്ളതായിരുന്നു, അയ്യോ അതെടുത്താ, എനിക്കിത് പുതിയതായിരുന്നു, ആവശ്യമുള്ളതായിരുന്നു, അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞതാ ഇത് ഞങ്ങളെടുത്തു, ഇനി ചോദിച്ചിട്ട് കാര്യമില്ല. അതിപ്പോൾ ഇവിടെ മാറ്റായിട്ട് കിടപ്പുണ്ട്. ഏത് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ എനിക്ക് നല്ല സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. നമ്മൾ അത്രയും നേരം എടുത്ത് ചെയ്താലാണ് എനിക്ക് അതേപോലെ ആയി കിട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്താണ് പറയണ്ടേന്ന് അറിയണില്ല കേട്ടോ. അത്രയും സന്തോഷമുണ്ട്, അൽഹംദുലില്ലാ. അപ്പം നമ്മൾ റൂം മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റിൽ പറയണം. എനിക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ട്, കാരണം നമ്മ ഞാൻ ഉണ്ടാക്കിയ ക്രാഫ്റ്റും പിന്നെ പെയിൻറ്റിങ്ങൊക്കെ വെച്ചിട്ടാണല്ലോ റൂം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ എന്നും ഓരോന്നുണ്ടാക്കുമ്പോൾ എന്നും കാണുന്നതായതുകൊണ്ട് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഭംഗിയുണ്ടോ അങ്ങനെയൊരു തോന്നൽ മനസ്സിലുണ്ട് കേട്ടോ. അപ്പം വീഡിയോ കണ്ടിട്ട് കാണുമ്പോൾ അറിയാമല്ലോ ഭംഗിയുണ്ടോയെന്ന്. അപ്പം അത് കമൻറ്റിൽ പറയണം കേട്ടോ.
എനിക്ക് ഒരുപാട് സന്തോഷമായിട്ട് എന്ത് പറയുന്നത് അറിയണില്ല. കാരണം ഇപ്പം എങ്ങനെയായിരുന്നാലും നമ്മൾ റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്തൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് സന്തോഷം അത് വേറെ കേട്ടോ. നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങണമെങ്കിലും നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട് നമ്മൾ വാങ്ങുന്നത്, അതിന് സന്തോഷമുണ്ട്. എന്നാലും നമ്മളിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കി ഓരോന്ന് കാണുമ്പോഴും നമ്മൾ ആ ഉണ്ടാക്കിയ ഓർമ്മകളും കൂടി ഉണ്ടാവുമല്ലോ. അങ്ങനെ റൂം മേക്ക് ഓവർ ചിലപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കുറച്ച് ദിവസമായിട്ട് ഞാനും ഇതിൻ്റെ പിന്നിൽ തന്നെയാണ് കേട്ടോ. കുറച്ചൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പെയിൻറ്റിങ്ങും വിൻഡോ ഒക്കെ പെയിൻ്റ് അടിക്കാനൊക്കെ കുറച്ച് ദിവസം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും സന്തോഷം അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ ചെയ്ത റൂം മേക്ക് ഓവർ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ പുതിയതായി ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ്